ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ബ്രെഡ് പൊക്കവടൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഒക്കെ ഒന്ന് നോക്കാം. വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ബ്രെഡ് പൊക്കവട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 5 ബ്രെഡ് സ്ലൈസാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്കൊന്ന് പിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സവാളയാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. നീളത്തിലരിഞ്ഞ സവാളയാണ് കേട്ടോ അത്. അതുപോലെ നീളത്തിലരിഞ്ഞ ക്യാരറ്റ്. ഈ ഒരു ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ ക്യാപ്സിക്കം ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് ക്യാരറ്റ് ആണുള്ളത്, അപ്പോൾ ഞാൻ ക്യാരറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് രണ്ടും കൂടെയാണ് 1 ടീസ്പൂണ്. ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തേക്കുന്നത് 2 പച്ചമുളകാണ്, ചെറിയ 2 പച്ചമുളകാണ്. അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് എരിവില്ലാത്ത 2 പച്ചമുളകാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് വലിയ ജീരകമാണ്, പെരുംജീരകം. ഇതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പൊടിയാണ്. കുറച്ച് മൈദപ്പൊടി, 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണിത്. ഇത് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാട്ടോ. ബ്രെഡ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സാധനങ്ങൾ കൂടുതൽ എടുക്കണം. ഉള്ളി, അതുപോലെ ക്യാരറ്റ് എല്ലാം കുറച്ച് കൂട്ടിയെടുക്കുക. കുറച്ചാണെങ്കിൽ കുറച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആ ബ്രെഡൊക്കെ പൊടിയാനുണ്ടല്ലോ, ബ്രെഡൊക്കെ നമ്മൾ പിച്ചിട്ടിട്ടല്ലേ ചെയ്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് വെള്ളമാണ്. ഇതൊന്ന് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം കുറേശ്ശെ ചേർത്തെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പൊക്കവടയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഓവർ വെള്ളം കൂടാൻ പാടില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആദ്യം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് പൊടി അതുപോലെ ഇതിൽ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നോക്കിയിട്ട് വെച്ച് നോക്കിയിട്ട് ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്.
ഇത് റെസ്റ്റ് ചെയ്യാൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവാണ് കേട്ടോ വേണ്ടത്. ഉണ്ടല്ല, നമുക്കിത് ഇങ്ങനെ പൊക്കോടന്റെ പോലെ ഇതിങ്ങനെ പട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള പാകത്തിന് ഈ ഒരു ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ എളുപ്പമുണ്ട്, ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ചുട്ടെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചെടുത്തേക്കുന്നത്. പിന്നെ പാം ഓയിലോ അതുപോലെ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പക്കവടക്കൊക്കെ ഇടുന്ന അതേ ഒരു ഷേപ്പിൽ ഈ ഒരു ഷേപ്പിൽ ഇട്ട് കൊടുക്കാം. ഇതിന്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലും ഇടരുത്, ലോ ഫ്ലെയിമിലും ഇടരുത് കേട്ടോ. ഒന്ന് നല്ല മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാവും കേട്ടോ. അല്ലെങ്കിൽ ബ്രെഡൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പൊ നമ്മുടെ പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. സ്പൂൺ വെച്ചൊക്കെ ഇങ്ങനെ ഇടാട്ടോ. ഇപ്പം എല്ലാം ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊന്ന് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻ്റൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.